ആദ്യമായി ചെയ്ത പണി ഒരു ബാങ്ക് സ്ഥാപിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് പലിശ വാങ്ങിയിട്ട് മതപ്രവർത്തനം നടത്താൻ തീരുമാനിച്ചു. അതിന് കെ.എം. മൗലവി സാഹിബ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. അദ്ദേഹത്തെ പലിശ ഹലാലാക്കി കൊടുക്കുന്ന ഒരു ഗ്രന്ഥം എഴുതാൻ വേണ്ടി ഐക്യസംഘക്കാരെ ഏൽപ്പിച്ചു. അദ്ദേഹം ഹീലത്ത് റിബ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി, പലിശ ഹലാലാക്കുന്ന പുസ്തകം. ആ പുസ്തകത്തിന് എതിരായി അൽ അമീൻ പത്രത്തിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സക്രിയായി ലേഖനങ്ങൾ എഴുതി പോരാടി. അങ്ങനെ ബാങ്കിന്റെ ഷെയർ പിരിച്ച് പലിശ മുതൽ കൈവശപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച കെ.എം. മൗലവി സാഹിബും അതിന്റെ അന്നത്തെ നേതാവായ സീതി, ഈ രണ്ടാളുകളും സ്ഥാപിച്ച ബാങ്കും ഐക്യസംഘവും പൊളിഞ്ഞുപോയി. ഇത് ഞാൻ എഴുതി വെച്ചതല്ല. ഇവിടെ മൊയ്ദ് മൗലവി സാഹിബ്, അദ്ദേഹം മുജാഹിദിന്റെ ആശയക്കാരനാണ്, ഒരു കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. സംശയമുള്ള മുജാഹിദുകൾ ഉണ്ടെങ്കിൽ അവർക്കതെടുത്ത് കാണിച്ചു കൊടുക്കും. എന്റെ കൂട്ടുകാരൻ എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി തന്നെ മുസ്ലിം ഐക്യസംഘത്തെ സംബന്ധിച്ചും കെ.എം. മൗലവിയുടെ പലിശ വാങ്ങാനുള്ള ഏർപ്പാടിനെ സംബന്ധിച്ചും എഴുതിയത് ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. അങ്ങനെയുള്ള ഒരു വിഷമഘട്ടത്തിലാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് മുസ്ലിം ഐക്യസംഘം ഉടലെടുത്തത്. ആരംഭത്തിൽ അതിന്റെ ഉദ്ദേശവും പരിധിയും വളരെ പരിമിതമായിരുന്നുവെങ്കിലും താമസം വിന അതൊരു അഖില കേരള മുസ്ലിം സംഘടനയായി രൂപാന്തരപ്പെട്ടു. രാഷ്ട്രീയമായ യാതൊരു പരിപാടിയും അതിനുണ്ടായിരുന്നില്ലെന്ന് ആദ്യമേ വ്യക്തമാക്കപ്പെട്ടു. അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നിഷ്കാസനം ചെയ്യാനും വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാനുമാണെന്ന പാവനമായ ആദർശത്തെ മുൻനിർത്തിക്കൊണ്ട് വിളിച്ചു വന്നിട്ടുള്ള പ്രസ്തുത സംഘടന കാലാന്തരത്തിൽ നിരവധി വഴക്കിനും വയ്യാവേലക്കും ഹേതുവായി പരിണമിച്ചു. ആദ്യം നല്ല ചില കാര്യങ്ങളിൽ ഏർപ്പെട്ടുവെങ്കിലും ഒടുവിൽ ബാങ്ക് സ്ഥാപിക്കാനും പലിശ മേടിക്കാനുമുള്ള ശ്രമത്തിലാണ് ഐക്യസംഘക്കാർ എത്തിച്ചേർന്നത്. വീണ്ടും വിശദീകരിച്ചിട്ട് മൊയ്ദ് മൗലവി എഴുതുന്നത് നോക്കൂ. ബാങ്ക് സ്ഥാപിച്ച് പലിശ ഏർപ്പാട് നടത്തുന്നത് മതദൃഷ്ട്യ അനുവദനീയമാണോ എന്ന് കണ്ടുപിടിക്കാൻ ജനാബ് കെ.എം. മൗലവി തിരൂരങ്ങാടി മുജാഹിദ് പ്രസ്ഥാനം ആദ്യമായി രംഗത്ത് വന്നത് ഐക്യസംഘം എന്ന പേരിലാണ്. കേരളത്തിൽ മതരംഗത്ത് ഒരനൈക്യവും ഇല്ലാത്ത ആ ചെറുഗ്രന്ഥവും അതിനെ അനുകൂലിച്ച് സീജി സാഹിബ് തന്റെ പത്രാധിപത്യത്തിൽ നടത്തിയിരുന്ന ഐക്യം പത്രത്തിലെഴുതിയ മുഖലേഖനങ്ങളും ബാങ്ക് സ്ഥാപന വേളയിലും മറ്റും ചെയ്ത പ്രസംഗങ്ങളും വലിയ ഒച്ചപ്പാടുകളും കോലാഹലങ്ങളും ഉണ്ടാക്കി തീർത്തു. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഐക്യസംഘം തന്നെ പിളരുകയും അങ്ങനെ മുസ്ലിം ലോകത്തിൽ നമ്മുടെ കേരളത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. എന്നാൽ ഈ മുജാഹിദിന്റെ കക്ഷികൾ തന്നെ ആദ്യകാലത്ത് പറഞ്ഞിരുന്നത് ഇമാമിങ്ങളെ സ്വീകരിക്കണം എന്നായിരുന്നു. ഇമാമിങ്ങളെ സ്വീകരിക്കാത്തവൻ പുരോഹിതനാണ്, ഇമാമുകളെ സ്വീകരിക്കാതിരിക്കുന്നത് പൗരോഹിത്യമാണ് എന്നാണ് ആദ്യകാലത്ത് മുജാഹിദുകൾ തന്നെ പറഞ്ഞത്. ഞാൻ ആദ്യമായി നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ പോവുകയാണ്. നിങ്ങൾ ഓർക്കണം, ഇവിടെ ഒരു നോട്ടീസ്. എന്താണ് നോട്ടീസ്? നോട്ടീസ് പൗരോഹിത്യത്തിന്റെ പൊളിച്ചെഴുത്ത്. പൗരോഹിത്യത്തിന്റെ പൊള്ളവാദം പൊളിച്ചെഴുതുന്നു. അപ്പൊ പൗരോഹിത്യത്തിന്റെ പൊള്ളവാദം പൊളിച്ചെഴുതുന്നു എന്ന് പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും സുന്നി പണ്ഡിതന്മാരെ സംബന്ധിച്ചാണ് എന്ന്. ഒരിക്കലും അല്ല. മുജാഹിദുകളുടെ പഴയകാല പണ്ഡിതന്മാരുടെ പൗരോഹിത്യം മുജാഹിദിന്റെ ചെറുപ്പക്കാർ പൊളിച്ചെഴുതുന്നു എന്നാണ് എഴുതിയത്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ ഓരോന്നോരോന്നായി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരും, ബോധ്യപ്പെടുത്തി തരികയും ചെയ്യും. നിങ്ങൾ നോക്കൂ, പൊളിച്ചെഴുത്ത്. ഈ പൊളിച്ചെഴുത്ത് കേട്ടോളൂ. പൗരോഹിത്യം
മുജാഹിദിന്റെ KNM പ്രസിദ്ധീകരിച്ച ഖുർആൻ പരിഭാഷ 2ാം വാല്യം 1297 പേജ് നോക്കിയാണ് വായിക്കുന്നത്. കഴിഞ്ഞുപോയ ഏതെങ്കിലും ഇമാമിന്റെ വാക്കുകളിൽ പോലും കാണപ്പെടാത്ത പല പുതിയ മതവിധികളും സ്വാർത്ഥമതികളായ ചില പണ്ഡിതന്മാർ ഒറ്റക്കായും കൂട്ടായും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വിഭാഗം തങ്ങളുടെ ജീവിതമാർഗം നിലനിർത്തുന്നതിനും ജനമധ്യേ തങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാതിരിക്കുന്നതിനും വേണ്ടിയാണിത് ചെയ്യുന്നതെങ്കിൽ അത് കള്ളത്തരീക്കത്തുകാരെ പറ്റി പറഞ്ഞതാണ്. വേറൊരു വിഭാഗം കാലത്തിന്റെ ഒഴുക്കനുസരിച്ച് മതസിദ്ധാന്തങ്ങളിൽ ഒരു പൊളിച്ചെഴുത്ത് നടത്തി ജനസമ്മതിയും കീർത്തിയും ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പൊളിച്ചെഴുത്ത് നടത്താൻ, ഇമാമിങ്ങളെ വിട്ടുകൊണ്ട് ഒരു പൊളിച്ചെഴുത്ത് നടത്താൻ പൗരോഹിത്യത്തിന്റെ ആളുകൾ ശ്രമിക്കുന്നു എന്ന് സൂറത്തു തൗബയിൽ പൗരോഹിത്യത്തെ സംബന്ധിച്ച് പറയുന്ന ആയത്തിന്റെ തഫ്സീറിൽ മുജാഹിദിന്റെ മൗലവിമാര് തന്നെ അവരുടെ പരിഭാഷയിൽ എഴുതി വെക്കുന്നു. അപ്പൊ ഇമാമുകൾ ഒരിമാമും പറയാത്ത ആശയം പറയുന്നത് പൗരോഹിത്യമാണ് എന്ന് ഞാൻ പറഞ്ഞതല്ല, മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷയിൽ പറഞ്ഞതാണ്. അവരാണ് പുതിയ പൊളിച്ചെഴുത്തുകാർ. ഇനി രണ്ടാമതായി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത് ഈ പൊളിച്ചെഴുത്തുകാരുടെ സ്വഭാവം എന്താണ്? അതും മുജാഹിദിന്റെ അൽമനാർ തന്നെ, മുജാഹിദിന്റെ അമാനി മൗലവിയുടെ പരിഭാഷ തന്നെ പറയുന്നു. അതിന്റെ 2ാം വാല്യം 1296 പേജിൽ പറയുന്നു പുരോഹിതന്മാരുടെ സ്വഭാവം. ഏതു പാപങ്ങളും ഏതു അക്രമവും ചെയ്യാം, പള്ളിയിലെ അച്ഛന്മാര് പുറത്തു കൊടുക്കുകയേ വേണ്ടൂ എന്നായി. പാതിരിമാർ കൽപ്പിക്കുന്ന ഏതു നിയമവും മതനിയമമായി തീർന്നു. അങ്ങനെ പലതും. ഇതാണ് പുരോഹിതന്മാരുടെ സ്വഭാവം എന്ന് മുജാഹിദിന്റെ പരിഭാഷയിൽ പറയുന്നു. എന്നാൽ അത് വിശദീകരിച്ചുകൊണ്ടും പറയുന്നത് നോക്കൂ. ഒരു വസ്തുത കൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് സന്ദർഭോചിതമായിരിക്കും. പുരോഗമനാശയക്കാരെന്ന മൂടുപടം അണിഞ്ഞുകൊണ്ട് ഇസ്ലാമിലെ ധാർമ്മിക മൂല്യങ്ങളെ നിഷ്കാസനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ ശബ്ദമുയർത്തുന്ന ചില ആളുകൾ തന്നെയും വിരോധിക്കപ്പെട്ട സന്യാസത്തിൽ ഉൾപ്പെടാത്ത പലതിനെയും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് ഇക്കാലത്ത് കാണാറുണ്ട്. സുന്നത്ത് നമസ്കാരങ്ങൾ, ദിക്ർ, ദുആ, സലാത്ത്, ഖുർആൻ പാരായണം, സുന്നത്ത് നോമ്പ് ആദിയായ ആരാധനാ കർമ്മങ്ങൾ ആചരിക്കുന്നത് പോലും വിരോധിക്കപ്പെട്ട സന്യാസത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവയെ പരിഹാസ്യമാക്കി തള്ളുകയും അത്തരം കർമ്മങ്ങൾ നിർവഹിക്കുന്നവരെ പഴഞ്ചന്മാരും സന്യാസികളുമായി ചിത്രീകരിക്കുകയും ചെയ്യുക അവരുടെ പതിവാണ്. ഇങ്ങനെ നമ്മൾ ദിക്റും ദുആയൊക്കെ നടത്തുന്ന ആളുകളെ പഴഞ്ചന്മാരായി ചിത്രീകരിക്കൽ ഈ പുരോഹിതന്മാരുടെ പരിപാടിയാണ് എന്നും മുജാഹിദിന്റെ പരിഭാഷയിൽ തന്നെ പറയുന്നു. അതിന്റെ പുറമെ തെറ്റ് ചെയ്താൽ അവർ ഏറ്റെടുക്കും, പുറത്തു കൊടുക്കും. അതും പുരോഹിതന്മാരുടെ സ്വഭാവമാണ്. എന്നാൽ ഇനി നിങ്ങൾ നോക്കൂ, മുജാഹിദുകൾ അവർ പറയുന്നത് തെറ്റ് നിങ്ങൾ പേടിക്കേണ്ടതില്ല, മൗലവിമാരായി ഞങ്ങൾ ഏറ്റെടുത്തോളും ആഖിറത്തിൽ നിന്നാണ്. അത് ഞാൻ വെറുതെ പറയുകയല്ല, നോക്കിക്കോളൂ. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഭിന്നിപ്പ് കാരണങ്ങളും വസ്തുതകളും പ്രസിദ്ധീകരണം അൽ അൻവാർ പബ്ലിക്കേഷൻ, കുനിയിൽ, മലപ്പുറം ജില്ല. ഇത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. മുജാഹിദുകൾ തന്നെ എഴുതുകയാണ്.